everybody and welcome to a new episode of Star Jam. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രണ്ട് റൈസിംഗ് സ്റ്റാർസ് ആണ് 1983 എന്ന് പറയുന്ന സിനിമയിലുള്ള ശ്രിണ്ട ആൻഡ് സഞ്ജു. ഹായ്. ചിരിക്കും. കുറച്ച് വിടാം, കുറച്ച് കൂളായിട്ട്. സഞ്ജുവിനെ എന്തായാലും എനിക്ക് പരിചയമുണ്ട്. നിക്കോനാച്ച എന്ന സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചു. ശ്രിണ്ടനെ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുന്നു, പക്ഷെ ഒരുപാട് നാള് പരിചയമുള്ള പോലെ എനിക്ക് തോന്നും. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇതാണ് ഞാൻ ആരെയും പരിചയപ്പെടാത്തത്. പരിചയപ്പെട്ടു കഴിഞ്ഞാല് ആരും മറക്കൂല. ഓക്കെ, സോ 1983 എന്നുള്ള സിനിമയിൽ നിങ്ങൾ രണ്ടുപേരും വളരെ പ്രസക്തിയുള്ള, വളരെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് റോൾസ് പ്ലേ ചെയ്യുന്നു അല്ലേ? എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഗോയിങ് ബാക്ക് ടു 1983? നമ്മളിപ്പോ 2014 എനിക്കൊന്നും പറയാനില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷൈൻ വളരെ ഡിസപ്പോയിന്റഡ് ആയിരിക്കും അല്ലെ? എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയല്ല, ഞാനൊന്നും പറയണ്ട. കാരണം സിനിമ കഴിഞ്ഞിട്ട് എല്ലാരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അതിലെന്തെങ്കിലും പറഞ്ഞത് കുറഞ്ഞു പോവും. അതുകൊണ്ട് അവസ്ഥ അങ്ങനെ നിൽക്കട്ടെ എന്നാണ് പിന്നെ ഞാനൊരു കാര്യം മുൻകൂറായിട്ട് എടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷോയിൽ വരുമ്പം സുശീലായിട്ട് തന്നെ ഇരിക്കണായിരിക്കും നല്ലത്. അപ്പം പല സമയത്ത് നിങ്ങൾക്ക് സുശീലായിട്ട് ക്യാരക്ടർ ആട്ടോ അതും ആ ഒരു കഥാപാത്രമായിട്ടിരിക്കാൻ അതിനുള്ള പ്രത്യേക ഒരു പരിശ്രമം ഒന്നും വേണ്ടി വരില്ല. അതിനുള്ള കാര്യം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അതെ അതെ. അതുകൊണ്ട് നമ്മൾ തന്നെ ഇപ്പൊ ശ്രിണ്ട എന്നുള്ള പേര് നമ്മൾ അങ്ങ് കുറച്ചിട്ട് ഇണ്ട നാക്കാൻ പോവാണ്. ആക്കിക്കോ. ഓക്കെ, പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ ആക്കുമ്പോ നമ്മൾ ഇഞ്ചു നാക്കണ്ടേ? ഇഞ്ചു ഇണ്ട റെസ്റ്റ് ഓഫ് ദ ഷോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരു നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു ആക്ടിവിറ്റി അങ്ങ് ചെയ്തു കളയാം. ഇണ്ട കൊണ്ട് പരമാവധി വാക്കുകൾ ശ്രിണ്ട പറയുക. ചെണ്ട, ഉണ്ട, മിറിണ്ട, ബോണ്ട, മണ്ട, പോണ്ട, കളക്കി. ഓക്കെ, ഇനി ഇഞ്ചയുടെ ടേൺ ആണ്. ഇഞ്ചുന്റെ ടേൺ ആണ്. കുഞ്ചു, മഞ്ജു, രഞ്ജു. So 1983 എന്ന സിനിമ. So you went back so many years അല്ലേ? സിനിമ ചെയ്തപ്പോൾ ഒരുപാട് ബാക്കിലേക്ക് പോയില്ലേ? അത് സെറ്റ് ചെയ്ത മൂവി അല്ലേ? വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ? ഇങ്ങനെ ഒരുപാട് നാളുകൾ പുറകിലേക്ക് പോവുക. സോ 1983 അങ്ങനെ പോകുമ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? 83 ഞങ്ങള് ചെറുപ്പമാണ്. അതിൽ ഞങ്ങളല്ല, ചെറിയ കുട്ടികളെ കാണിച്ചിരിക്കുന്നത്. ഞങ്ങളെ ഒരു 89, 87 ശേഷമാണ് ഞങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളൊരു 20s നിവിൻ്റെ ക്യാരക്ടർ 15-17 ആ ഒരു ഇത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഒരു ലുക്ക് യങ്ങർ ഇതാണ് പോയിരിക്കുന്നത്. ആ ഒരു മാനറിസംസ് എല്ലാം നമ്മളൊരു സാധാരണ നമ്മളൊരു ഗ്രാമീണ സ്വഭാവമുള്ള ആൾക്കാർ, നമ്മൾ ആ ഒരു സമയത്ത് കണ്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു ലൈക്ക് എന്താ പറയുന്നത്, ബോഡി ലാംഗ്വേജ്, അതെല്ലാം അത് തന്നെയായിരുന്നു. ഒരുപാട് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നില്ല, എന്നാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നമുക്ക് അങ്ങനെ എപ്പോഴും ചെയ്യാൻ കിട്ടും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ആ സമയത്തുള്ള കുറെ പ്രോപ്സ് ഒക്കെ ഭയങ്കര നമുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഇവൻ കാര്യങ്ങൾ അതിന്റെ എനിക്ക് തോന്നുന്നു ആർട്ടിലായിരുന്നു അതിന്റെ ഒരു രസകരമാണ്. കാരണം വെച്ചാൽ മടൽ ബാറ്റൊക്കെ നമ്മൾ എത്രയോ വെട്ടി മടൽ ബാറ്റിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. 100 രൂപ, 2 രൂപ, 3 രൂപ ബോൾ. ഈ ബോളിന്റെ വില കൂടുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമായിരുന്നു 1980. 2 things you are thankful for. I'm thankful for God for giving me Ashab. Okay, that's one. Ashab husband ആണ് for everyone's knowledge. ആരും പുറകെ നടക്കണ്ട. ശ്രിണ്ട കല്യാണം കഴിച്ചു, കുട്ടിയുമുണ്ട്. ഹാപ്പിലി മാരീഡ് ടു അഷാബ്. Okay. എൻ്റെ ഒരു വലിയൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ദൈവത്തിനോട് നന്ദി പറയാനുള്ള മറ്റൊന്നുമല്ല, അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഡെസ്റ്റിനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ ചേസ് ചെയ്യാൻ വേണ്ടി എനിക്ക് അവസരം കിട്ടി, സിനിമയിലേക്ക് വരാൻ സാധിച്ചു. അത് വലിയൊരു സംഭവമാണ്. അത് എല്ലാവർക്കും കിട്ടില്ല. ടു ചേസ് യുവർ ഡ്രീംസ് ആൻഡ് ടു ലിവ് വിത്ത് ഇറ്റ്, അത് ഭയങ്കര ഭാഗ്യമായിട്ട്. രണ്ടാമത് എൻ്റെ ഫാമിലി, അശ്വതി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. ഒരു സ്ട്രഗിളിങ് ഫേസ് ആണ് നമ്മൾ ഇതിലേക്കൊക്കെ വന്ന് പെടുമ്പോൾ. ഒരു സ്ട്രഗിളിങ് ഫേസ് ആണ്. ഇനീഷ്യലി ഇറ്റ്സ് ബിഗ് സ്ട്രഗിൾ. അപ്പോൾ ആ സമയത്ത് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എല്ലാവരും ചെയ്യില്ല, ഒരുപാട് പേര് ഡിസ്കറേജ് ചെയ്യും. അങ്ങനെ ഒരു മൊമെൻറ്റിലും അങ്ങനെ ഡിസ്കറേജ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. വെൻ ഐ എം ഡൗൺ, എനിക്ക് തോന്നുന്നത് ഏറ്റവും ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ഐ ഗെറ്റ് മോർ സപ്പോർട്ട്. You have done a film with Shah Prasad, right? രണ്ടുപേരുടെയും ആക്ടിങ്, അത് ഡയറക്ടോറിയൽ മെത്തേഡിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. അപ്പം യു ഹാഡ് മെൻഷൻഡ് ഇൻ ഇന്റർവ്യൂ ദാറ്റ് സ്ക്രിപ്റ്റ് ഫുൾ തന്നിരുന്നു എനിക്ക് വായിക്കാനായിട്ട്. ടോപ്പ് ടു എൻ്റെ എന്താണ് എനിക്ക്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, എൻ്റെ റോൾ എന്നാണ് അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ നിക്കോനാച്ചിൽ എനിക്കൊരു എക്സ്പീരിയൻസ്. ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് തന്നു. സോ
എനിക്ക് വേറെ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. യു ഷുഡ് വി ഹാവ് ദറ്റ് എക്സ്പെക്ടേഷൻ. അത്രയും ക്ലിയർ ആയിട്ട് എന്നോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ക്യാരക്ടർ എന്താണെന്നുള്ളത്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് വെർ യു ഗെറ്റ് ടു റീഡ് ദ ഹോൾ സ്ക്രിപ്റ്റ്. പക്ഷേ എല്ലാ കേസിലും അങ്ങനെ ആയിരിക്കണമെന്നില്ല അല്ലേ. പലരും ഞാൻ കേട്ടിട്ടുണ്ട് സെറ്റിലേക്ക് വന്നോളൂ റോള് പറഞ്ഞു തരാം അല്ലെങ്കിൽ ഇവിടെ വാ നോക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഉണ്ടാവാറുണ്ടോ? എന്താണ് വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ഒരു സ്കൂൾ ഓഫ് സ്റ്റഡിയുടെ പ്രശ്നം എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പം നീക്കോനാച്ച ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഒരു ഡേ വണ്ണിൽ ഒരു സ്ക്രിപ്റ്റ് നമ്മളെ സെലക്ട് ചെയ്തു. നമുക്കൊന്നും അറിയില്ല സിനിമയെ പറ്റി. അപ്പോൾ നമ്മുടെ സിനിമയോടുള്ള ഇഷ്ടവും സിനിമ കണ്ടുള്ള പരിചയവും അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവർ അത് പഠിച്ചിട്ട് വന്നവരാണ്. ലൈക്ക് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർ അവർ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് തരുന്ന സമയത്ത് അവരങ്ങനെ വെറുതെ ആർക്കും കൊടുക്കില്ല. പക്ഷേ ആ റോള് നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ സ്ക്രിപ്റ്റ് തന്നു. എൻ്റെ അടുത്ത് ഗിരീഷേട്ടൻ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഞാൻ ഐ വാസ് സോ ഹാപ്പി. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ സ്ക്രിപ്റ്റ് അങ്ങനെ കൊടുക്കില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് വെച്ചെങ്കിൽ വായിച്ചു നോക്കൂ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യൂ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യൂ, പക്ഷേ ഒരു പെൻസിലോണ്ട് ചെയ്താൽ മതി. അത് പറഞ്ഞെന്ന് വെച്ചെങ്കിൽ അത് ആ തിരക്കഥാകൃത്തിൻ്റെ ഇതാണ്. അത് പേന കൊണ്ട് ചെയ്യരുത്. കാരണം എന്ന് വെച്ചെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്ന് എഴുതി ഉണ്ടാക്കിയ സാധനം വെറുതെ ഒരാൾ വായിച്ച് അങ്ങനെ തിരുത്തുന്നതല്ല. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മാർക്ക് ഇറ്റ് വിത്ത് പെൻസിൽ. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ നിമിഷം. അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെ അല്ലെങ്കിലും അതൊരു കുഴപ്പമല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയറക്ടർ അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ടീം ഹൗ വി വർക്ക്. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പം ആഷിഖ് സാറിൻ്റെ 20FKയിലായിരുന്നപ്പോഴും ആ ടീമിൽ എല്ലാവർക്കും ആ ഒരു ഫിലിമിനെ കുറിച്ച് ധാരണയുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് എല്ലാം അറിയണം. ഈവൻ ആഷിഖ് സാർ അത് നമ്മളോട് പറയുമ്പോഴും ഇറ്റ്സ് ക്ലിയർ അബൌട്ട് വാട്ട് വി ഹാവ് ടു ഡു. അപ്പോൾ അതാണ് ശരിക്കും വേണ്ടത്. നമ്മൾക്ക് പറഞ്ഞു തരാൻ ഷുഡ് ബി ക്ലിയർ. നമുക്ക് ക്ലിയർ ആയിരിക്കണം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട് പഴയ ഡയറക്ടേഴ്സൊക്കെ ഇപ്പം നമ്മളൊരു സീൻ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ട് അതിൻ്റെ പ്രീവിയസ് സീൻ എന്താണെന്ന് ആർട്ടിസ്റ്റോട് ചോദിക്കും. പലർക്കും അറിയാത്ത അവസ്ഥ. അതിൻ്റെ പ്രീവിയസ് സീൻ എന്താണെന്നുള്ളത്. ഇപ്പം ലൈക്ക് ഇപ്പം ഇന്ന് 50ാമത്തെ സീനാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ 49 എന്താ 48 എന്താണെന്നും അറിയാതെ ആയിരിക്കും വന്നത് ചെയ്യുന്നത്. അപ്പോൾ അത് ഇറ്റ്സ് മീനിങ്ലെസ്. നിങ്ങൾ രണ്ടുപേരും സിനിമ ഫീൽഡായിട്ട് അസോസിയേറ്റഡ് ആണ് ബിഫോർ യു കെയിം ഇൻ ടു ആക്ടിങ്. ഇപ്പോൾ യു ആർ എ ഡബിങ് ആർട്ടിസ്റ്റ്, ഡബിങ് ചെയ്യുമായിരുന്നു. ഈവൻ ദോ യു ഹാഡ് എ ജോബ് യു യൂസ്ഡ് ടു ഡു ഡബിങ് ബിക്കോസ് യുവർ ലവ് ഫോർ സിനിമ. ഐ ബിലീവ് ശ്രിൻ്റെ ആണെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ചൈന ടൗൺ, Casanova. Yes, അപ്പോൾ you have worked as. Has it helped? A lot. It helped a lot, yeah. Because എന്താ പറയുക, ഇതൊക്കെ ഈ സ്ക്രിപ്റ്റൊക്കെ കൂടുതൽ വായിക്കാനും ആ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ബിഹൈൻഡ് ദി ക്യാമറ എങ്ങനെയാണ് ഒരു പ്രിപ്പറേഷൻ എല്ലാവരും അതിന് വേണ്ടിയിട്ട് നടക്കുന്നതും ഒരു ചെറിയ കാര്യമല്ല. ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് അത് പലർക്കും ഭയങ്കര സിമ്പിളാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. ഇറ്റ്സ് റിയലി സീരിയസ് തിങ്. ഒരുപാട് പേരുടെ ഒരു ഹാർഡ് വർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതും പിന്നെ അതേപോലെ തന്നെ ക്യാമറ ഫിയറും, കാരണം പൊസിഷനൊക്കെ കൊടുക്കാൻ വേണ്ടി ക്യാമറയുടെ ഫ്രണ്ട് വന്ന് നിന്ന് ആ ക്യാമറ ഫിയറും ഒക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കേണ്ട രീതി, അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷുവറായിട്ടും ഞാൻ ഇന്നും എനിക്ക് തോന്നുന്നു ഡബ്ബിങ് ചെയ്യുന്നത് ഒരു എന്നെ പോലൊരു ആക്ടറിന് ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ഗ്രൗണ്ട്. അത് കാരണം ആരും കാണുന്നില്ല നമ്മൾ അഭിനയിക്കുന്നത്. നമ്മൾ ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ആക്ട്. അപ്പോൾ ചില സമയത്ത് ആ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അത്ര ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത് അതിനെ മേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആ എത്ര ചെയ്തിരിക്കുന്നു അതുവരെ കൊണ്ട് ആ ഇമോഷൻസ് മാച്ച് ചെയ്യണം. അപ്പോൾ ലൈക്ക് വി ആർ ഓൾസോ ആക്ടിങ്. പക്ഷെ ആരും കാണുന്നില്ല, നമ്മൾ പേടിക്കണ്ടാവും. ഐ മീൻ ആരും കുറ്റം പറയുന്നതൊന്നും നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്. അപ്പം അത് നല്ലൊരു പ്രിപ്പറേഷൻ ഗ്രൗണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. So as a dubbing artist, something the work you've maximum enjoyed ചെയ്തിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയാമോ? ഡബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് പടം തന്നെ ദൂരെ എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കൊന്നൊരു ക്രിസ്മസ് രാത്രിയിലാണ് തുടങ്ങിയത്. 25-ാം തീയതി രാത്രി 2011 ഡിസംബർ 25-ാം തീയതി തുടങ്ങിയിട്ട് അത് ഫുൾ നൈറ്റ് ഞാൻ ഡബ് ചെയ്തു. അത് ആക്ച്വലി ചെയ്തെന്ന് വെച്ചാൽ ഒരു ബംഗാളി ഹോൾ നൈറ്റ് പോയത്. അപ്പോൾ കാരണം വെച്ചാൽ അവർക്ക് സമയമില്ല. 31 മഴവിൽ മനോരമയിൽ അത് ടെലികാസ്റ്റ് ചെയ്യണം ആ സിനിമ. അപ്പം അതിനുള്ളിൽ ചെയ്ത് തീർത്തേ പറ്റൂ. അപ്പോൾ ബംഗാളി പോർഷൻസ് ഡബ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു ഏജ്ഡ് ക്യാരക്ടർ, ഒരു 40 year old ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചൊരു മോഡുലേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ വേറെ കുറേ ബംഗാളി പോർഷൻസ് ഉള്ള കുറേ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവർക്ക് ശബ്ദം മാറ്റിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്തു.
പിന്നീട് റേഡിയോ ന്യൂസ് വായിക്കുന്നുണ്ട്, അത് ചെയ്തു. അങ്ങനെ ചെയ്ത് വന്ന് 5 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇതിനു വേണ്ടി ചെയ്തു. ആ പടത്തിൽ തന്നെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ അപ്പം ഹീറോ ഒരു തമിഴ് ആക്ടർ, അപ്പം അദ്ദേഹത്തിന് ആരാ ചെയ്യുന്നത് ഞാൻ വെറുതെ ചോദിച്ചു. അപ്പം പറഞ്ഞു അത് നമ്മൾ സഞ്ജുവിന് എന്തായാലും ഇപ്പോഴത്തെ ഇതുവരെ ശരിക്കും വോയിസ് ഇതുവരെ എടുത്തിട്ടുള്ളൂ, കാരണം എല്ലാം വേറെ ആൾക്കാർ, നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ചോദിച്ചു. അപ്പോൾ അങ്ങനെ അതിലെ ഹീറോയ്ക്കും ഡബ് ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു രസകരമായിരുന്നു. ഞാൻ ഒരുപാട് അവസാനം എനിക്ക് ഈ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ആകെ സ്ക്രാച്ച് ആയിട്ട് നമുക്ക് ചെറുതായിട്ട് ഈ ബ്ലഡിന്റെ ചെറിയ ടേസ്റ്റ് വരും, സ്ക്രാച്ച് ആയിട്ട്. As an assistant director, the movie which you enjoyed working on the most? Chinatown. റാഫി സാറും മെക്കാഡൻ സാറും ഞാൻ പരിചയപ്പെട്ടുള്ള ഏറ്റവും നല്ല 2 ഗുഡ് ഹ്യൂമൻ ബീയിങ്സ് ആണ്, ഒരു ഡയറക്ടർ എന്നുള്ള അപ്പുറം. പിന്നെ സ്പേസ് ഇങ്ങനെ തന്നേക്കുവാണ്, എന്താ നീ ചെയ്തോളൂ, എന്താ നമുക്ക് ആ ഒരു അവരുടെ ആ പോയിന്റിൽ ആയിരിക്കും ചിലപ്പം എന്താണ് ഡയലോഗ്സ് ഒക്കെ മാറ്റി, അപ്പം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എങ്ങനെയാണ് അതിൻ്റെ ഇത്. പിന്നെ മോഹൻലാൽ സർ, ദിലീപേട്ടൻ, ജയറാമേട്ടൻ, സുരാജേട്ടൻ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു അതിൽ. കാവ്യ, എനിക്കൊന്നും ഇത്ര എൻജോയ് ചെയ്തിട്ട് ഈവൻ അവർ പോലും പറഞ്ഞു ഇനിയൊരു സിനിമ അങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഹൈദരാബാദും ഊട്ടിയിലൊക്കെയായിരുന്നു ലൊക്കേഷൻ, ഗോവ.